എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് 407-ാമത്തെയാണ്, 35-ാമത്തെ ഭാഗം. അപ്പം ഇതിലും ക്രിസ്റ്റീനയുടെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ക്രിസ്റ്റീനയുടെ 2 പാസ്റ്റ് ലൈഫ് റിഗ്രഷനെ കുറിച്ച് കണ്ടു. ഇന്ന് ഈ വീഡിയോയിൽ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ 3, പിന്നെ ഫ്യൂച്ചർ പ്രോഗ്രഷൻ അതെങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കും. അതുമാത്രമല്ല, ഈ പാസ്റ്റ് ലൈഫിനെയും ഫ്യൂച്ചർ ലൈഫിനെയൊക്കെ കണ്ടിട്ട് വെറുതെ വിടുന്നതല്ല, നമ്മളുടെ ഇപ്പോഴത്തെ നടക്കുന്ന ഇപ്പം ഉള്ള കറണ്ട് ലൈഫിനോട് അതിനെ കണക്ട് ചെയ്ത് നോക്കണം. അതിലാണ് നമുക്ക് പാഠങ്ങൾ പഠിക്കാനുള്ളത്. ഓക്കെ, സോ 2 ദിവസം കഴിഞ്ഞ് ക്രിസ്റ്റീന തിരിച്ചും ഒരു സിറ്റിങ്ങിന് വന്നു. അത് വേറൊരു പാസ്റ്റ് ലൈഫിനെ കാണാൻ പറ്റി. അതിൽ ഹിപ്നോസിസ് നടത്തിയപ്പം അതിൽ പറയുന്നത് ഇപ്പം ആണുങ്ങളൊക്കെ ജോലിക്ക് പോകാൻ തുടങ്ങി. അതായത് ആ കാലഘട്ടത്തിൽ, അത് എത്ര വർഷത്തിന് മുന്നേ എന്നൊന്നും പറയാൻ വയ്യ, അതൊന്നും അവർക്ക് കാണുന്നില്ല. അതായത് മാസ്റ്റേഴ്സ് ഏത് കാണിക്കുന്നോ അതേ ഇവർക്ക് കാണാൻ പറ്റത്തുള്ളൂ, ഹിപ്നോട്ടിക് ചെയ്യുമ്പം പോലും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതേ മാസ്റ്റേഴ്സ് കാണിക്കത്തുള്ളൂ. ചുമ്മാ ഒരു 100 പാസ്റ്റ് ലൈഫ് നമ്മൾ എടുത്തിട്ടുണ്ട്, 100 ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്, അപ്പോൾ 100നെയും കാണിക്കാം, അതൊന്നുമല്ല. നമ്മളുടെ ഈ കറണ്ട് ലൈഫിന് പഠിക്കേണ്ട പാഠം എവിടുന്ന് തുടരുന്നോ അതിനെ മാത്രമേ കാണിക്കത്തുള്ളൂ. അങ്ങനെ 3-ാമത്തെ സിറ്റിങ്ങിൽ ഉള്ള സിറ്റുവേഷനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ആണുങ്ങളെല്ലാം ജോലിക്ക് പോകാൻ തുടങ്ങി. പണ്ടൊക്കെ ഈ കൃഷിയാണ്. ഇപ്പോൾ കൃഷിയാവുമ്പോൾ വീടിനെ ചുറ്റിയുള്ള വയൽ, അവിടെ തന്നെ കൃഷി ചെയ്യും, വീട്ടിൽ വന്ന് കിടക്കും, ഉറങ്ങും, തിരിച്ചും പോകും. അതൊക്കെയായിരുന്നു അവരുടെ ജോലി. പിന്നെ ചിലരൊക്കെ ബിസിനസ് ചെയ്യും, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ആണുങ്ങളെല്ലാമേ റെഗുലറായിട്ട് എല്ലാ കുടുംബത്തിൽ നിന്നും ചില ആണുങ്ങൾ ജോലിക്ക് പോകാൻ തുടങ്ങി. അപ്പം ഏകദേശം നമ്മളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ പോലെയാണ്. ഓക്കെ, അങ്ങനെ ജോലിക്ക് പോകാൻ. പെണ്ണുങ്ങൾ വലുതായിട്ട് ജോലിക്ക് പോകുന്നില്ല, വീട്ടമ്മമാരായിട്ട് വീട്ടിലിരിക്കുന്ന ഫുൾ റെസ്പോൺസിബിലിറ്റിയും അവരുടെ ചുമതലയായി. പക്ഷേ ക്രിസ്റ്റീന പറയുന്നത്, അതിൽ ഞാൻ ഒരു സ്ത്രീയായിരുന്നു, 10-20 വയസ്സുള്ള പെണ്ണാണ്, കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങി. ഞാൻ വളരെ ലക്കിയാണ്, അതുകൊണ്ട് എനിക്കൊരു ജോലി കിട്ടി. അപ്പോൾ അപ്പോഴേ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ജോലിക്ക് പോകാൻ തുടങ്ങിയ കാലഘട്ടം. അപ്പോൾ ഇവൾ എവിടാണോ ജോലി എടുത്തത്, ഒരു ടെക്സ്റ്റൈൽ കമ്പനിയിൽ. നോക്കിയോണേ, ഈ ജന്മത്ത് ബ്രേസിലിരുന്നപ്പോഴും അവളുടെ അച്ഛൻ്റെ തുണിക്കടയിലായിരുന്നു അവൾക്ക് ജോലി. അവളുടെ അച്ഛൻ ബ്രേസിലിൽ നിന്ന് USA വിളിച്ചു വരുത്തിയതും അവിടെയും അച്ഛൻ്റെ തുണിക്കടയിലായിരുന്നു അവളുടെ ജോലി. ഈ മുൻജന്മത്തും അവൾ കാണുന്നത് അവളൊരു ടെക്സ്റ്റൈൽ കടയിലാണ് അവൾക്ക് ജോലി. ഓക്കെ, അതാണ് പറയുന്നത്, ഈ ജന്മം നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ അത് തന്നെയായിരിക്കും കഴിഞ്ഞ ജന്മങ്ങളിലും ചെയ്തിട്ടുള്ളത്. അങ്ങനെ തന്നെ വേണമെന്നില്ല, പക്ഷേ അത് തുടരുന്നു. ഓക്കെ, അപ്പോൾ ഇവൾ ഒരു ടെക്സ്റ്റൈൽ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. അതിൽ ആ കമ്പനിയുടെ സൂപ്പർവൈസർ ഒരാൾ, കാണാൻ നല്ല സുന്ദരനായിട്ടുള്ള ഒരാൾ. അപ്പം ഇവൾ ആ ടെക്സ്റ്റൈൽ കമ്പനിയിൽ ജോലി ചെയ്യുമ്പോഴും അവൾ ഭയങ്കര ആക്റ്റീവാണ്. അപ്പം ഈ ടെക്സ്റ്റൈൽ കമ്പനിയിൽ പുതിയ ഐഡിയാസ് എല്ലാം കൊണ്ടുവരണം, എങ്ങനെയെങ്കിലുമൊക്കെ അതിൻ്റെ ടേൺ ഓവറിനെ കൂട്ടണം എന്ന് തന്നെയാണ് അവൾ പാടുപെടുന്നത്. ഭയങ്കര സ്മാർട്ടായിരുന്നു. അപ്പോൾ അതേ സ്മാർട്ട്നെസ്സാണ് ഈ ജന്മത്തും അവളുടെ അച്ഛൻ്റെ ബിസിനസ് നന്നായിട്ട് വന്നു നേരത്തെ. അത് ഇവൾ കാരണമാണ്, ഇവളുടെ 2 ചേട്ടന്മാർ കാരണമല്ല, ഇവളുടെ സാമർഥ്യം കൊണ്ടാണ്. പിന്നെ അവളുടെ അച്ഛൻ അമേരിക്കയിൽ ഇവരെ തിരിച്ച് വിളിച്ചു, അവളെയും അവളുടെ മക്കളെയും വിളിച്ചു. അവിടെയും അവൾ ഒരുപാട് പുതിയ കാര്യങ്ങൾ ചെയ്യാനാണ് നോക്കുന്നത്. പക്ഷേ ആ പുതിയ കാര്യങ്ങളെ ഒന്നും അംഗീകരിച്ച് കൊടുക്കുന്നില്ല അവളുടെ അച്ഛൻ. എന്തോ അവളുടെ പുറത്ത് നിനക്കെന്തോ അറിയാം, നീ ഒരു പെണ്ണല്ലയോ, നിനക്ക് ഒരുപാടൊന്നും അറിഞ്ഞൂടാ, നീ മിണ്ടാതിരി
അവൾ പറയുന്നത് അവളുടെ അച്ഛന് ഓപ്പണായിട്ട് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണ്. അപ്പോൾ ഈ ടെക്സ്റ്റൈൽ കമ്പനിയിലും അവൾ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യണം, ആ ടെക്സ്റ്റൈൽ കമ്പനിയുടെ വളർച്ചയ്ക്ക് ഒരുപാട് സഹായിക്കണം എന്നൊക്കെ വളരെ ഇതായിട്ട് സ്മാർട്ടായിട്ട് ജോലി ചെയ്യുന്നു. ഇതിൽ ആ ഒരു സൂപ്പർവൈസറുടെ കാര്യം പറഞ്ഞില്ലേ, കാണാൻ വളരെ നല്ല ഒരു സുന്ദരനായിട്ടുള്ള ഒരാൾ, അയാൾ ഇവളടുത്ത് വന്ന് പറഞ്ഞു എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അപ്പോൾ ഈ കാണാൻ കൊള്ളാവുന്ന ഒരാണ് 10-20 വയസ്സുള്ള ഒരു സ്ത്രീ അടുത്ത് വന്ന് പറയുമ്പം അവൾക്കും സ്വാഭാവികമായിട്ട് ശരി എനിക്കും നിന്നെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇവൻ എന്തോ ചെയ്യുന്നു, ഈ സൂപ്പർവൈസർ അവളെ സ്നേഹിക്കുന്ന പോലെ കാണിച്ച് ഇവളുടെ അടുത്തു നിന്നുള്ള ഐഡിയാസ് എല്ലാം പിടിച്ചു പറിച്ച് അവൻ്റെ സൂപ്പർവൈസറുടെ ബോസിൻ്റെ അടുത്ത്, അതായത് ഇവരുടെ ബോസിൻ്റെ അടുത്ത് പോയി എല്ലാം ഇവൻ്റെ ഐഡിയ ആയിട്ട് പറഞ്ഞ് ഇവനുടനെ പ്രൊമോഷനും കിട്ടി, ഇവന് എല്ലാം നല്ല പേര്. അപ്പോഴത്തേക്ക് ഇവക്ക് സഹിക്കാൻ വയ്യ. ഈ മുമ്പത്തെ പാസ്റ്റ് ലൈഫിലും ഇതേ തന്നെ എന്തുവാ, അസൂയ, ജലസി, അസൂയയാണ് ഈ പാസ്റ്റ് ലൈഫിലെല്ലാം കാണിക്കുന്നത്. അപ്പം ഇവർ തമ്മിൽ അസൂയ ഇങ്ങനെ രണ്ടുപേർക്കും വളർന്നുകൊണ്ട് വരുന്നു. അപ്പം എപ്പോൾ ഈ അസൂയയെ മാറ്റി അതിനെ സ്നേഹമായിട്ട് മാറ്റാൻ ഒക്കുന്നോ അന്നായിരിക്കും ഇവർ രണ്ടുപേരുടെയും റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്ക് വരുന്നത്. അതുവരെ ഹസ്ബൻഡായിരിക്കാം, സഹോദരനായിട്ടിരിക്കാം, അച്ഛനായിരിക്കാം, പക്ഷേ ഈ 2 സോൾസും എപ്പോഴും ഒന്നിച്ച് ട്രാവൽ ചെയ്യുന്നു. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവർ തമ്മിൽ എപ്പോഴും ഒരു അസൂയ എന്ന് വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞില്ലയോ, പാസ്റ്റ് ലൈഫ് 1 എന്തുവാ അവൾ കണ്ടത്, അവൾ ഒരു റൈറ്ററാണ് ക്രിസ്റ്റീന, അവളുടെ അച്ഛനും റൈറ്ററാണ്. പക്ഷെ അവളുടെ അച്ഛൻ റൈറ്റർ ആവുന്നത് ഇവക്ക് സഹിക്കാൻ വയ്യ, അച്ഛന് നല്ല പേര് കിട്ടുന്നത് ഇവക്ക് സഹിക്കാൻ വയ്യ. ഇവളും ഒരു റൈറ്ററാണ്, പക്ഷേ എന്നെക്കാട്ടിലും എൻ്റെ അച്ഛന് നല്ല പേരുണ്ട് സൊസൈറ്റിയിൽ, അത് ഇവക്ക് സഹിക്കാൻ വയ്യ, അസൂയ. അതേപോലെ രണ്ടാമത്തെ ലൈഫിൽ എന്തോ കണ്ടേ, ഫ്രാൻസിൽ ഇവളൊരു പ്രീസ്റ്റ് ആവുന്നു, ഇവളുടെ അച്ഛൻ ഒരു ഫാർമറായിട്ട് അവിടെ വരുന്നു, 1 മൈൽ വ്യത്യാസത്തിൽ താമസിക്കുന്നു. ഈ ഫാർമറിന് വല്ല ആവശ്യമുണ്ടോ ഈ പ്രീസ്റ്റിനെ പറ്റി കുറ്റം പറയാൻ? വെറുതെ ഈ പ്രീസ്റ്റിനെ പറ്റി കുറ്റം പറഞ്ഞ്, ഈ പ്രീസ്റ്റ് എന്ന് പറയുന്നത് ക്രിസ്റ്റീന, ഇപ്പോഴത്തെ അച്ഛനാണ്, അപ്പോഴത്തെ ആ ഫാർമർ, അവിടെയും ഇവർ തമ്മിൽ തകരാറാണ്, എപ്പോഴും വഴക്കാണ്. എന്തുവാ, ഇത് പ്രീസ്റ്റൊന്നുമല്ല, അവൻ ഹീൽ ചെയ്യുന്നത് നല്ല രീതിയിലല്ല, അവൻ ബ്ലാക്ക് മാജിക്കാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഒടുക്കം അവർ ആളിനെ ജയിലിലിട്ട് കൊന്നു. ഓക്കെ, അത്രയ്ക്ക് അസൂയ, കുശുമ്പ്. അപ്പം ഒരുമാതിരി ഈ നെഗറ്റീവ് ക്വാളിറ്റീസ് ഇവർ രണ്ടുപേർ തമ്മിൽ ഇങ്ങനെ തുടർന്ന് വരുന്നു. ഇപ്പം മൂന്നാമത്തേതിൽ ഈ സൂപ്പർവൈസറായിട്ടിരുന്നില്ലയോ, ഇത് ഇവളുടെ അച്ഛനാണ്, ഇവളുടെ ഇപ്പോഴത്തെ അച്ഛനാണ്. ഇത് മൂന്നാമത്തെ ഇതിലും ജീവിതത്തിലും തുടരുന്നു. അവളുടെ അച്ഛൻ തന്നെയാണ് ആ സൂപ്പർവൈസർ. ഇവളെ സ്നേഹിക്കുന്ന പോലെ മയക്കിയെടുത്ത് ഇവളുടെ ഐഡിയാസ് എല്ലാം എടുത്ത് അവൻ്റെ ബോസിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച് അവന് പ്രൊമോഷൻ കിട്ടി, നല്ല ആളായി. പക്ഷേ ഇത് അവൾക്ക് സഹിക്കുന്നില്ല, ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പം ഇവളെന്തോ ചെയ്തു, ഒരു ദിവസം ആ ബോസിൻ്റെ മുമ്പിൽ കൊണ്ടുവച്ച് ഇവനെ ഈ സൂപ്പർവൈസറെ നിർത്തി, ഇതെല്ലാം എൻ്റെ ഐഡിയ ആണ്, ഞാനാണ് പറഞ്ഞു തന്നേന്ന് നീ സത്യം ചെയ്, നിൻ്റെ ബോസിനെ അറിയണം എന്ന് പറഞ്ഞ് ഇവൾ ഉള്ളത് പറയിപ്പിച്ചു. അപ്പോഴത്തേക്ക് അവന് ഇവളുടെ പുറത്ത് ദേഷ്യം, ഇവളെ എങ്ങനെ നമുക്ക് പ്രതികാരം, റിവെഞ്ച് എടുക്കാം എന്നുള്ള ഒരു വിചാരം. അടുത്ത ദിവസം തന്നെ ഇവളുടെ പുറത്ത്, അതായത് ഈ ക്രിസ്റ്റീനയുടെ പുറത്ത് ഒരു കള്ളം പറഞ്ഞ് ഇവൾ 5 പൗണ്ട് മോഷ്ടിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഈ സൂപ്പർവൈസർ ഓൾറെഡി വേറൊരു പെണ്ണിനെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവളും വന്ന് പറഞ്ഞു, അതെ ഇവൻ പറയുന്നത് ശരിയാണെന്ന് അവളും വന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവളെ പിടിച്ച് ഈ 5 പൗണ്ട് മോഷ്ടിച്ചു എന്നുള്ളതിനെ വലിയ കാര്യമാക്കി 1 വർഷം അവളെ ജയിലിലിട്ടു. മനസ്സിലായോ? 1 വർഷം അവളെ ജയിലിലിട്ടു.
അവിടെ അവൾക്ക് ന്യൂമോണിയ വന്നു. പക്ഷേ അവൾ മരിച്ചില്ല. പക്ഷേ ആ ന്യൂമോണിയ വന്നേ പിന്നീട് അവൾ മരിക്കുന്നവരെ ചുമയുണ്ടായിരുന്നു. അപ്പം നേരത്തെ അവളെ തീ കത്തിച്ചാണ് കൊളുത്തിയാണ് അവളെ കൊന്നത്. തീ കത്തിച്ച് കൊന്നു. അപ്പോഴും ആ ശ്വാസം മുട്ടൽ അവിടെ അനുഭവപ്പെട്ടു. അതാണ് ഈ ജന്മത്ത് അവൾക്ക് ആസ്മ. ഇനിയൊരു ജന്മത്ത് അവൾക്ക് ന്യൂമോണിയ വന്ന് ചുമച്ച് മരിക്കുന്നവരെ അവൾക്ക് ചുമയായിരുന്നു. ഈ കോഫ് ആൻഡ് ആസ്മ എന്ന് പറയുന്നത് ക്ലോസ്ലി റിലേറ്റഡ് ആണ്. അപ്പോൾ ഈ ചുമ, ആസ്മ, ശ്വാസം മുട്ടൽ ഇതൊക്കെ ഒരുപോലെ. അപ്പോൾ ഇവളുടെ പഴയ ജന്മങ്ങളിൽ നിന്ന് വരുന്നതാണ് ഇവിടെയും തുടരുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെ ഇവൾ 1 വർഷം ജയിലിലിട്ടു. ജയിലിലാണ് ന്യൂമോണിയ വന്ന്. പിന്നെ 1 വർഷം കഴിഞ്ഞപ്പം ശിക്ഷ തീർന്നു, അവൾ വെളിയിൽ വന്നു. പക്ഷേ അവൾക്ക് വേറെ എവിടെയും ജോലി കിട്ടിയില്ല. അവൾ ഭിക്ഷ എടുത്താണ് ജീവിക്കേണ്ടി വന്നത്. അത്രയും കാശൊന്നും ഇല്ലായിരുന്നു. അതുമാത്രമല്ല, അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അവൾക്ക് കല്യാണം കഴിഞ്ഞില്ല, കൊച്ചുങ്ങളായില്ല. അവൾ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് 40 വയസ്സിൽ അവൾ മരിച്ചു. ഓക്കെ. അപ്പം ഇവളുടെ മനസ്സിലെന്തുവാ, എങ്ങനെയെങ്കിലും ആ സൂപ്പർവൈസറെ ഞാൻ സൂപ്പർവൈസറെ എന്തെങ്കിലും ചെയ്യണം, അവനെ ഞാൻ ചുമ്മാ വിട്ടുവയ്ക്കത്തില്ല, അവൻ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ പിടച്ച് മരിക്കണം, അവനെ വിട്ടുവയ്ക്കത്തേയില്ല ഞാൻ. ഇങ്ങനെയെന്നൊക്കെ ഇവൾക്ക് തോന്നി. ഒരുപാട് ജയിലിരിക്കുമ്പോഴൊക്കെ മനസ്സിലിങ്ങനെ തികട്ടി വരുമായിരുന്നു. പക്ഷേ വെളി വന്നപ്പം ഇവൾക്ക് അതൊന്നും, അതായത് ഈ പ്രതികാരം ചെയ്യാനുള്ള സന്ദർഭം കിട്ടിയില്ല. അവൻ എന്തായിരുന്നാലും സൂപ്പർവൈസർ, അവൻ ഒരുപാട് പ്രൊമോഷനൊക്കെ കിട്ടി, അവൻ്റെ വഴി പോയി. പക്ഷേ ഈ പെണ്ണാണ് ക്രിസ്റ്റീന, ഈ സൂപ്പർവൈസറാണ് ഇപ്പോഴത്തെ അവളുടെ അച്ഛൻ. അപ്പോൾ ഇവർ തമ്മിൽ എപ്പോഴും ഇങ്ങനെ വഴക്ക് തുടർന്നുകൊണ്ടിരിക്കുക. ഇതിന് കാരണം എന്തുവാണെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള അസൂയ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വഞ്ചിക്കാൻ ഈ സൂപ്പർവൈസർ ക്രിസ്റ്റീനയെ വഞ്ചിച്ചതാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് വഞ്ചിച്ചാണ് അവളുടെ മനസ്സിലുള്ള ഐഡിയാസ് എല്ലാം എടുത്ത് ഇവൻ വലിയ ആളായത്. അപ്പം ഈ വഞ്ചന, ഈ പൊറാമ എന്ന് വെച്ചാൽ അസൂയ, ഇതൊക്കെ ലവ് എന്നുള്ള നല്ല ഒരു സ്വഭാവത്തിന് അഗൻസ്റ്റാണ്, ഓപ്പോസിറ്റാണ്. അപ്പം ഇവർ രണ്ടുപേരുടെയും തമ്മിൽ ഈ ഒരുപാട് ഉള്ളത് അസൂയ, ഒരുത്തരെ റിവഞ്ച് ചെയ്യുന്ന കാര്യം. റിവഞ്ച് എന്ന് വെച്ചാൽ ഒരുത്തരെ വഞ്ചിക്കുന്നത്, അവർക്ക് പ്രതികാരം വീട്ടുന്നത്, ഇതൊക്കെയാണ് ഇവർ തമ്മിൽ നടന്നുകൊണ്ട് വന്നിരിക്കുന്നത്. പക്ഷേ ഇതിൽ എന്തുവാ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ നോക്കുന്നതിൻ്റെ കാരണം എന്തുവാ? 14,000 പേരെ നോക്കി ചികിത്സിച്ചു. ആര്യ ഡോക്ടർ വെയ്സ് എങ്ങനെ ചികിത്സിച്ചു എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ജന്മജന്മമായിട്ട് ഈ വെറുപ്പ്, മറ്റവനെ വഞ്ചിക്കാനുള്ള സ്വഭാവം, ഒരാളുടെ പുറത്തുള്ള അസൂയ, ഇതെല്ലാം നെഗറ്റീവ് ക്വാളിറ്റീസാണ്, ചീത്ത സ്വഭാവങ്ങളാണ്. ഇതിനെ നിങ്ങൾ ഏതെങ്കിലും ഒരു ജന്മത്ത് ആ പാഠം പഠിക്കണം. നമ്മളുടെ മനസ്സിൽ ആരെക്കുറിച്ചും ഒരു അസൂയ വരാൻ പാടില്ല. ആളുകൾ നന്നായിരിക്കുന്നെങ്കിൽ അത് അവർ ചെയ്ത കർമ്മഫലം, ഞാൻ കഷ്ടപ്പെടുന്നെങ്കിൽ ഞാൻ ചെയ്ത കർമ്മഫലം, അങ്ങനെ വിചാരിക്കാം. അല്ലാതെ അയ്യോ അവന് 4 കാറുണ്ട്, അവന് 1 കോടിയുടെ വീടുണ്ട്, അല്ലെങ്കിൽ 4 കോടിയുടെ വീട് ഇപ്പം വെക്കാൻ പോകുന്നു, അവൻ അത് കിട്ടി ഇത് കിട്ടിയെന്ന് നമ്മൾ വയറെരിഞ്ഞുകൊണ്ടിരിക്കരുത്. അസൂയ എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു ക്വാളിറ്റിയാണ്. അപ്പം എപ്പം ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അസൂയ അത് ഇതെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നവരെ ഈ 2 സോൾസും വീണ്ടും ജനിക്കും. പല രീതിയിൽ, അച്ഛനും മകളുമായിട്ട്, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവുമായിട്ട്, അല്ലെങ്കിൽ അനിയനോ അനിയത്തിയായിട്ട്, ഏതെങ്കിലും ഒരു രീതിയിൽ തിരിച്ചും ഒരേ കുടുംബത്തിൽ ജനിച്ച് അവർ ആ പാഠം പഠിക്കുന്നവരെ ഇത് തുടരും. മനസ്സിലായോ? അപ്പം ഇവിടെയാണ് പറഞ്ഞിരിക്കുന്നത്, ബൈബിളിൽ കൂടുതലും പറഞ്ഞിട്ടുണ്ട്, ദ സിൻസ് ഓഫ് ദ ഫാദർ. സിൻസ് എന്ന് വെച്ചാൽ പാവം, അതായത് നെഗറ്റീവ് കർമ്മ.
അപ്പം ഒരാൾ ചെയ്യുന്ന നെഗറ്റീവ് കർമ്മ അവരുടെ ഗ്രാൻഡ് ചിൽഡ്രനെ, ഗ്രേറ്റ് ഗ്രാൻഡ് ചിൽഡ്രനെ വരെ, കൊച്ചുമക്കളുടെ മക്കളെയൊക്കെ ബാധിക്കും എന്ന് പറയുന്നു. പക്ഷേ അത് എന്തുവാ, ആ ആൾ തന്നെയാണ് കൊച്ചുമകളായിട്ടോ കൊച്ചുമോളായിട്ടോ ജനിക്കുന്നത്, അവരുടെ കൊച്ചായിട്ടും ജനിക്കുന്നത്. മനസ്സിലായോ? അപ്പം ഒരേ ആൾ തന്നെയാണ്. അവരോട് ചെയ്ത തെറ്റുകളെ, കർമാക്കളെ മാറ്റാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ ജന്മം എടുക്കേണ്ടി വരും. മാറ്റാൻ തയ്യാറാകുന്നത് എപ്പോഴാണ്? ആ പാഠം പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ. നമുക്ക് ആരുടെ പുറത്തും ഒരു വെറുപ്പ്, ഹേറ്റ്രഡ് എന്ന് വെച്ചാൽ വെറുപ്പ്. ആരെയും നമ്മൾ വെറുക്കാൻ പാടില്ല. ജലസി, അസൂയ പാടില്ല. റിവഞ്ച്, പകരത്തിന് പകരം, അതൊക്കെ ചെയ്യാനേ പാടില്ല. ഇതെല്ലാം ഉണ്ടെങ്കിൽ ലവ് എന്നുള്ള നല്ല ഒരു സ്വഭാവം നമ്മുടെ മനസ്സിൽ വരില്ല. അപ്പോൾ ഈ മൂന്ന് ജന്മം കണ്ടതിലും ക്രിസ്റ്റീന എത്രയോ ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ 3 ജന്മങ്ങളെ മാത്രം മാസ്റ്റേഴ്സ് കാണിച്ചതിൻ്റെ അർത്ഥം എന്തുവാ? ഈ 3 ജന്മങ്ങളിലും ഈ കറണ്ട് ലൈഫിൽ ഇപ്പോഴത്തെ ജന്മത്തിനും തുടർബുണ്ട്, കണക്ഷനുണ്ട്. മനസ്സിലായോ? അങ്ങനെ ശരി പോട്ടെ എന്ന് പറഞ്ഞ് ഇനി ഫ്യൂച്ചറിൽ നമുക്ക് നോക്കാമോ എന്ന് വെച്ചാൽ അവൾക്ക് ഇപ്പോഴും ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഒരു സംശയം എന്ന് വെച്ചാൽ എന്തുവാ? ഇത് ചെയ്യണോ അത് ചെയ്യണോ? അവൾ എന്തൊക്കെയാണ് ആലോചിക്കുന്നത്? ഞാൻ എൻ്റെ അച്ഛന് എതിരായിട്ട് ഞാനൊരു ബിസിനസ് തുടങ്ങി, നല്ല രീതി വന്നാൽ എൻ്റെ അച്ഛന് മനസ്സ് പ്രയാസപ്പെടത്തില്ലയോ? അപ്പോൾ അത് ചെയ്യുന്നത് ശരിയാണോ ശരിയല്ലയോ? അതോ ഇതൊന്നും വേണ്ട, അച്ഛൻ്റെ കൂടെ തന്നെ നിൽക്കാമോ? അതോ ഞാൻ വേറൊരു ബിസിനസ് തന്നെ വന്ന് ചെയ്യാമോ? ഇതൊക്കെയാണ് അവളുടെ മനസ്സിൽ കിടക്കുന്ന ചഞ്ചലങ്ങൾ, ചാഞ്ചാട്ടം. ചിലപ്പോൾ ഇങ്ങനെ തോന്നും, ചിലപ്പോൾ അങ്ങനെ തോന്നും. അതിനെ നിവർത്തി ചെയ്യാനാണ് ഡോക്ടർ വെയ്സിൻ്റെ അടുത്ത് വന്നത്. അപ്പം പാസ്റ്റും കറണ്ടും മനസ്സിലായി. ഇനി ഫ്യൂച്ചറിൽ പോയി നോക്കാം. നിങ്ങൾ വന്ന് വെറും ഒരു വീട്ടമ്മയായിട്ടിരിക്കാൻ പോകുന്നോ, അതോ ബിസിനസ് ചെയ്യാൻ പോകുന്നോ? ബിസിനസ് എന്ന് വെച്ചാൽ അച്ഛൻ്റെ അതേ ബിസിനസ്സാണോ അതോ വേറെ ബിസിനസ്സാണോ എന്നൊക്കെ നമുക്കിത് വേണമെങ്കിൽ ഫ്യൂച്ചറിൽ നോക്കാം എന്ന് പറഞ്ഞ് ഒരു 2-3 ഫ്യൂച്ചർ കണ്ടു. 2-3 ഫ്യൂച്ചർ കണ്ടതും ഒന്നും അത്ര സുഖമായിട്ടുള്ള ഒരു ഫ്യൂച്ചർ അല്ല. 4ാമത്തെ പ്രാവശ്യം ഒരു ഫ്യൂച്ചർ കണ്ടു. ആ ഫ്യൂച്ചറിൽ എന്ന് പറയുന്നത് 4ാമത്തെ ചോയ്സാണ് നല്ല ചോയ്സ്. അതെന്തുവാന്ന് വെച്ചാൽ 3200ാമത്തെ വർഷം. 3200 എന്ന് വെച്ചാൽ ഇപ്പോൾ 2026, അതായത് 3200 years ആ വർഷം, ആ സമയം, ആ കാലഘട്ടത്തിൽ ക്രിസ്റ്റീന ജനിക്കുന്നു. ഓക്കെ, ക്രിസ്റ്റീന ജനിക്കുന്നു. അതായത് ജനിക്കുന്നു, അവൾ എന്താ ചെയ്യുന്നത്, എങ്ങനെയായിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ആ 3200ാമത്തെ വർഷം ഏകദേശം ആ സമയത്ത് ക്രിസ്റ്റീന ജനിക്കുന്നു. ഭൂമിയിൽ തിരിച്ച് അവൾ വരുമ്പം ദ എർത്ത് ഈസ് വെരി ഗ്രീൻ. ഇതിനു മുന്നേയും 2-3 പേര് ഇങ്ങനെയാണ് പറഞ്ഞത്. ഈ 3200ാമത്തെ വർഷമൊക്കെ ആകുമ്പം എർത്ത് നല്ല പച്ചയായിട്ടിരിക്കും. ഈ മാലിന്യങ്ങളൊന്നും കാണത്തില്ല, പൊല്യൂഷനൊന്നും ഇല്ല, ആളുകൾ കുറവാണ്, അനിമൽസ് കുറവാണ്. എനിക്ക് തോന്നുന്നു ആ സമയത്തിനകം ഈ അനിമൽസ് എല്ലാം പ്രൊമോട്ടായി മനുഷ്യനായി അവർ ഹയർ വേൾഡിലൊക്കെ പോകുമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നു ദ എർത്ത് ഈസ് വെരി ഗ്രീൻ, മച്ച് ഗ്രീനർ ആൻഡ് മോർ ഫെർട്ടൈൽ ദാൻ ഇറ്റ് ഈസ് നൗ. ഇപ്പം ഉള്ളതിനേക്കാട്ടിലും ഒരുപാട് വിളവുകളുണ്ട്, പച്ചയായിട്ടിരിക്കുന്നു. ദ ഫോറസ്റ്റ് ആർ ലഷ്, അതായത് കാടൊക്കെ നല്ല പച്ച പിടിച്ച കാടായിട്ടിരിക്കുന്നു, ഈ ഉണക്കൊന്നുമില്ല. പിന്നെ ബട്ട് ഫണ്ണിലി ഇനഫ് ദെയർ ആർ നോ അനിമൽസ്. പക്ഷേ അനിമൽസ് കുറവ്, പ്രാണികൾ കുറവ്. വൈ? വെൻ ദർ ഇസ് സോ മച്ച് ഫുഡ് ഫോർ ദം ടു ഈറ്റ്. അനിമൽസിനൊക്കെ ഇഷ്ടം പോലെ ഫുഡുണ്ട്, പക്ഷേ അനിമൽസൊക്കെ എവിടെ പോയി? എന്താ അനിമൽസ് കുറഞ്ഞു പോയേ എന്ന്. അപ്പോൾ അവിടെ ആൾക്കാരും ഒരുപാടില്ല, അതുകൊണ്ടാണ് എർത്ത് നല്ല ഒരു ഗ്രീനായിട്ടിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പം നമുക്ക് പോപ്പുലേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ സംഖ്യ കൂടി എർത്തിന് താങ്ങാൻ പറ്റാത്ത അളവിന് പോപ്പുലേഷനുണ്ട്.
അതുകൊണ്ടാണ് നമ്മൾ കഴിക്കുന്നത്, വേസ്റ്റ് ഇടുന്നത്, അതൊരു പൊല്യൂഷൻ. ശ്വസിക്കുമ്പം കാർബൺ ഡൈ ഓക്സൈഡ് വെളി വരുന്നു, അതൊരു പൊല്യൂഷൻ. ഇത്രയും പേര് ജീവിക്കുന്നു. അപ്പം നമ്മളുടെ ആവശ്യങ്ങൾക്കെല്ലാം പല കാര്യങ്ങൾ നേടുന്നു. അതിൽ നിന്ന് വരുന്ന സൈഡ് എഫക്ട്സാണ് ഈ പൊല്യൂഷൻ. വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, ഇതെല്ലാം കൂടുതൽ. പക്ഷേ അവിടെ ആൾക്കാർ കുറവ്, അതുകൊണ്ട് പൊല്യൂഷനൊന്നും ഇല്ല. പിന്നെ അവിടുത്തെ നേരത്തെ 2-3 പേര് പറഞ്ഞിട്ടുണ്ട് ഇത് തന്നെ. അതായത് ഈ കാലഘട്ടങ്ങളിൽ ആൾക്കാർക്ക് ദേഹം വലുതായിട്ട് വേണ്ട. ദേഹം വേണ്ട എന്ന് വെച്ചാൽ ഈ ഫിസിക്കൽ ബോഡി, ഈ ഭൗതിക ശരീരം അവർക്ക് വേണ്ട, അതിനെ ഉപേക്ഷിച്ചു. കൂടുതൽ അവർക്ക് എന്തുവേണം, ലൈറ്റ് ബോഡിയാണ് ഇഷ്ടം. അവർക്ക് ദേഹം വന്ന് ഒരു ലൈറ്റായിട്ടിരിക്കും. ഓക്കെ, വെളിച്ചം, ലൈറ്റ് എന്ന് വെച്ചാൽ വെളിച്ചമായിട്ടുള്ള ഒരു ലൈറ്റായിട്ടുള്ള ബോഡിയാണ്. അപ്പോൾ അവർക്ക് ടെലിപ്പതിക്കലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ടെലിപ്പതിക്കലി എന്ന് വെച്ചാൽ എന്തോ അർത്ഥം, ഞാനിപ്പോൾ ഒരാളെ കാണുന്നു, അയാളുടെ മനസ്സിൽ എന്തോ ഉണ്ടെന്ന് എനിക്കറിയാൻ പറ്റും. ഞാൻ എന്തുവാ പറയാൻ പോകുന്നതെന്ന് അയാൾക്ക് മനസ്സിലാകും. അപ്പോൾ ഈ വാക്കുകൾക്ക് അവിടെ പ്രാധാന്യമില്ല, സൗണ്ടിന് പ്രാധാന്യമില്ല. നോക്കുമ്പോഴേ 2 പേർക്കും പരസ്പരം മനസ്സിലാകും. ഓക്കെ, ടെലിപ്പതിക്കൽ. പിന്നെ ഐ ക്യാൻ സീ ലിക്വിഡ് ലൈറ്റ് പോറിങ് ഇൻ ടു ദ പ്ലാന്റ്സ്. അതായത് സൂര്യവെളിച്ചം നമ്മളിപ്പോൾ കാണുന്നില്ലയോ, അതുപോലെ വെളിച്ചമാണ് ഈ പ്ലാന്റ്സിനൊക്കെ ആഹാരം ഉണ്ടാക്കാനൊക്കെ സഹായിക്കുന്നത്, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. സംടൈംസ് ദ ലിക്വിഡ് പോഴ്സ് ഇൻ ടു ദ പീപ്പിൾ ദംസെൽസ്. അപ്പോൾ ഈ വെളിച്ചം, ലൈറ്റാണ് ഈ സസ്യങ്ങളുടെ മേളിൽ, പ്ലാന്റ്സിൻ്റെ മേളിൽ വീഴുന്നത്, ഉള്ള മനുഷ്യരുടെ മേളിൽ വീഴുന്നത്. അപ്പോൾ അത് തന്നെയാണ് അവർക്ക് ഫുഡ്, അതിൽ നിന്നാണ് അവർക്ക് എനർജി കിട്ടുന്നത്. അപ്പോൾ ഇപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ 4 നേരം വെച്ച് വിളമ്പുക, കഴിക്കുക, സാമ്പാറ, അവിയല, തീയല എന്നുള്ള ഇതൊന്നും അവിടെ ഇല്ല. അവർക്ക് ഫുഡ്, എനർജി എന്ന് പറയുന്നത് വെളിച്ചമാണ്. ആ വെളിച്ചത്തിൻ്റെ എനർജിയിലാണ് അവർ ജീവിക്കുന്നത്. ദ പീപ്പിൾ ആർ എക്സ്ട്രീംലി സ്പിരിച്വൽ. അപ്പോൾ വളരെ ആത്മീയതയിലൂടെയാണ് അവരുടെ സഞ്ചാരങ്ങൾ. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പം എങ്ങനെയാണ് അവിടെ നിങ്ങൾ ജീവിക്കുന്നത്? വളരെ കാമായിട്ട്, വളരെ സുഖസൗകര്യത്തോട്, ഹാപ്പി ആയിട്ടാണ് നമ്മളെല്ലാവരും അവിടെ ജീവിക്കുന്നത് എന്ന് പറയുന്നു. ഓക്കെ, ശരി. അപ്പോൾ ഫ്യൂച്ചറും കണ്ടു. ഫ്യൂച്ചറിൽ വേറെന്തുവാ കണ്ടത്? അതെ, അപ്പോൾ നല്ല ഒരു ജീവിതമാണ് അവിടെ ജീവിക്കുന്നതെന്നൊക്കെ കണ്ടു. ഓക്കെ, പിന്നെ അപ്സ്കെയിൽ. പിന്നെ she consider, because it is more of important, I can handle the years in this life by myself, my business will flourish like the trees and the plants. അതായത് ഞാൻ ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്, എൻ്റെ ബിസിനസ് നന്നായിട്ട് വരുമെന്ന് എനിക്കറിയാം, ഞാൻ നല്ല രീതിയിൽ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. ബിസിനസ് ചെയ്യാൻ തന്നെ, കണ്ടിന്യൂ ചെയ്യാൻ തന്നെ അവർ തീരുമാനിച്ചത്. പിന്നെ ഒരു 1-1.5 വർഷം കഴിഞ്ഞപ്പം ഡോക്ടർ വെയ്സിനെ കാണാൻ തിരിച്ചും അവർ വരുന്നു. തിരിച്ചു വരുമെന്ന് ഡോക്ടർ വെയ്സ് തന്നെ വിചാരിച്ചില്ല. അപ്പോൾ ഇവർ വന്ന ഉടനെ വന്ന് സംസാരിക്കുന്നു. എന്തുവാ ഇവർ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ, അതായത് അവർ റിക്കാർഡോ എന്ന് വേറൊരാളിനെ കണ്ടു, സ്നേഹിച്ചു, കല്യാണം കഴിച്ചു. അവരിപ്പം വളരെ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത് ഇപ്പം ഈ കറണ്ട് ലൈഫിൽ. അത് പറയാനാണ് വന്നത്. അത് പറയുന്നത് മാത്രമല്ല, വേറൊരു കാര്യം കൂടെ പറയാനാണ് ഡോക്ടർ വെയ്സിൻ്റെ അടുത്ത് ഈ ക്രിസ്റ്റീന വന്നത്. എന്തുവാന്ന് വെച്ചാൽ, ഈ റിക്കാർഡോ എന്ന് 2ാമത് കല്യാണം കഴിച്ചില്ലയോ, അതിലത്തെ ആളാണ് ശരിക്കും ഒത്തുപോകാത്തത്. ഇവൻ നല്ല സ്നേഹമാണ്, ഇവർ 2 പേരും ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ റിക്കാർഡോ എന്ന് പറയുന്ന ഇവളുടെ 2ാമത്തെ ഭർത്താവ് അവളുടെ അമ്മയടുത്ത്, അച്ഛൻ്റെ അടുത്തൊക്കെ ഭയങ്കര സ്നേഹമാണ്. സഹോദരന്മാരുടെ നല്ല അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും എല്ലാവരും ഹാപ്പി അങ്ങനെയാണ്. അപ്പം ഇനിയൊരു കാര്യം പറയാനാണ് കൂടുതൽ വന്നത്. ഒന്നാമത് അവളുടെ ബിസിനസ് ഓക്കെ, 2ാമത് നല്ല ഒരു ജീവിത പങ്കാളിയെ കിട്ടി, ലൈഫ് പാർട്ട്ണറെ കിട്ടി, 3ാമത് വലിയ ഒരു ന്യൂസും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അതെന്തുവാന്ന് വെച്ചാൽ, ഐ ഹാഡ് ടു ടെൽ യു ഡോക്ടർ വൈസ്, ബിക്കോസ്
ഇറ്റ് ഈസ് താങ്ക്സ് ടു യു ദറ്റ് ഇറ്റ് ഹാപ്പൻഡ്. നിങ്ങൾക്ക് താങ്ക്സ് പറയാനാണ് ഞാൻ വരുന്നത്. എന്തുവാ, ഞാൻ കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പേ ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വീട്ടിൽ പോയിരുന്നു. അവർക്കും എൻ്റെ ഭർത്താവിനെ ഭയങ്കര ഇഷ്ടമാണ്, എന്നെയും ഇപ്പം വലിയ കാര്യമാണ്, ഞങ്ങളിപ്പോൾ അടിക്കടി അങ്ങോട്ട് പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി വരാറായപ്പം നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് ഇറങ്ങുമല്ലോ, വീട്ടിൽ നിന്ന് ഇറങ്ങുമല്ലോ. അപ്പം എൻ്റെ അച്ഛൻ എന്നെ വെളിയിൽ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. അച്ഛന് മകളെ വലിയ ഒരു കാര്യമൊന്നും ഇല്ലായിരുന്നു, ആ മക്കളുടെ അടുത്തായിരുന്നു വലിയ സ്നേഹം. ഇപ്പം എൻ്റെ അച്ഛൻ വെളിയിൽ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. ഹി ഹഗ്ഡ് മീ. അതാണ് വലിയ ഒരു കാര്യമായിട്ട് പറഞ്ഞത്. എനിക്കേ വിശ്വസിക്കാൻ പറ്റിയില്ല, അത്രയ്ക്ക് വണ്ടർഫുള്ളായിട്ടിരുന്നു എനിക്ക്. പിന്നെ ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ് ഹീ ടോൾഡ് മീ ദാറ്റ് ഹീ ലവ്ഡ് മീ. അതായത് എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം എന്തുവാ, 3-4 ജന്മങ്ങളായിട്ട് ഇവർ തമ്മിലിരുന്ന പോര്, നെഗറ്റീവ് ഫീലിങ്സ്, ഹേട്രഡ്, ജലസി, ഇതെല്ലാം മാറി അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാൻ തുടങ്ങി. അവരുടെ അച്ഛൻ കൂടുതലും. ഇവക്ക് വന്ന ഉടനെ പറഞ്ഞു ഐ ലവ് മൈ ഡാഡ്, ഐ ഹേറ്റ് മൈ ഡാഡ് എന്ന് പറഞ്ഞു. ഇപ്പം അങ്ങനെയല്ല, ഐ ലവ് മൈ ഡാഡ് സോ മച്ച്. അതിനെക്കാട്ടിലും കൂടുതൽ അവളുടെ അച്ഛൻ ഇവളെ ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിച്ച് ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് 2 പേരും പഠിക്കേണ്ട പാഠങ്ങൾ പഠിച്ചു. അപ്പോൾ 2 പേർക്കും സമാധാനം. അപ്പോൾ ഇനി ഇവരുടെ അതായത് അവളുടെ അച്ഛൻ ഇനി അവളുടെ ജീവിതത്തിൽ വരത്തില്ല അടുത്ത ജന്മത്തിൽ. എന്ന് വെച്ചാൽ പഠിക്കേണ്ട പാഠം ഇപ്പോഴേ അങ്ങ് പഠിച്ചു, അതാണ് പറയുന്നത്. സോ ലവ് ഈസ്, സോ he told me, he hugged me and he told me that he loved me. അതാണ് അതിൻ്റെ എസൻസ് ആണ്. പിന്നെ അപ്പം നമ്മുടെ സ്പിരിറ്റിൻ്റെ ക്വാളിറ്റി, നമ്മുടെ ആത്മാവിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് തന്നെ എന്തുവാ, മറ്റവരെ സ്നേഹിക്കാൻ പഠിക്കണം. ചുമ്മാ വേണ്ടാത്ത സ്വഭാവങ്ങളെല്ലാം നെഗറ്റീവായിട്ട് വെച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് കാണും, ഇല്ല എന്നല്ല, അത് എന്തുവാന്നൊക്കെ കണ്ടുപിടിച്ച് അതിനെ മാറ്റാൻ നോക്കണം. അപ്പോഴേ നമുക്ക് ആത്മീയതയിലോട്ട് കൂടുതൽ മുന്നേറാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ശരി. സോ താങ്ക് യു സോ മച്ച്.